കൊടുത്തോടി അച്ചൂട്ടി കിച്ചാവേ ബുക്ക് എടുത്തു. സ്കൂളിൽ പോയിട്ട് കുരുത്തക്കേടൊന്നും കാണിക്കല്. എല്ലാരും അടങ്ങിയിരുന്ന് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ടീച്ചർമാരൊക്കെ ഇഷ്ടപ്പെടുന്ന പിള്ളേരായിട്ട് മാറണം നമ്മൾ. ഇങ്ങനെ പോകുമ്പോ എന്ത് രസമായി അറിയാമോ? ഇങ്ങനെ നമുക്ക് എല്ലാ ദിവസവും പോണം. 9 മക്കൾ കൈയോട് കൈ ചേർത്ത് പിടിച്ച് സ്കൂളിൽ പോകുന്നത് കാണാനുള്ള ഭാഗ്യം ലഭിച്ച ദമ്പതിമാരാണ് കൊട്ടിയൂർ വെങ്ങലോടിയിലെ പോടൂർ സന്തോഷും ഭാര്യ രമ്യയും. ഇവരുടെ തന്നെ ഭാഷയിൽ 10 മക്കളുള്ള ഇവരുടെ കുടുംബം ഒരു ചെറിയ കുടുംബമാണ്. ആ ചെറിയ കുടുംബത്തിന്റെ വലിയ രസകരമായ വിശേഷങ്ങൾ നമുക്കറിയാം. ഞാൻ സന്തോഷ്, ഇത് രമ്യ, ഇതാണ് ഞങ്ങളുടെ ചെറിയ കുടുംബം. ഇവളാണ് മൂത്തത്, ആൽഫിയ ലിസ്ബത്ത്. രണ്ടാമത്തെ ആൾ ഇപ്പുറത്തുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്നത് ആഗ്നസ് മരിയ. മൂന്നാമത്തെ ആളും തൊട്ടടുത്തിരിക്കുന്നു, ആൻ ക്ലെറിൻ. ഇവിടെ നാലാമത്തവൾ അസിൻ തെരേസ്. അഞ്ചാമത്തത് നമ്മുടെ ചെക്കനാണ് ലിയോ ടോം സെബാസ്റ്റ്യൻ. പിന്നെയുള്ളവൻ ഈ ലാസ്റ്റ് ഇരിക്കുന്നവൻ ലെവിൻസ് ആൻ്റണി. അടുത്ത ആളാണ് മടിയിലിരിക്കുന്ന കാതറിൻ ജോക്കിമ. പിന്നെയുള്ളവർ 2 പേര് ടിൻസാണ്. ഒരാൾ അഞ്ജിതയുടെ അടുത്തിരിക്കുന്നത്, അഞ്ജിത ഞങ്ങളെ സഹായിക്കുന്ന കുട്ടിയാണ്. അവളൊരാൾ ജിയാന ജോസ്പിന, ജിയോവാന മരിയ. ഇവള് ജിയോവാന മരിയ. അവസാനത്തെ കുഞ്ഞുവാവയാണ് ഇരിക്കുന്നത് ഹന്ന റോസിലിയ. ഇതാണ് ഞങ്ങളുടെ ചെറിയ കുടുംബം. തൊട്ടപ്പുറത്തിരിക്കുന്ന ലാസ്റ്റത്തെ കുട്ടിയാണ് ചിരിക്കുന്ന ഏലിക്കുട്ടി എന്ന് പറയും. എൻ്റെ മമ്മിയാണ്. എനിക്ക് 5 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്, 4 പെണ്ണും ഒരാണും. അപ്പം ഞാൻ വീട്ടിൽ താമസിക്കുമ്പോൾ അനിയന്മാരൊക്കെ പറയും പെണ്ണുങ്ങളെല്ലാം കൂടെ ഉണ്ടായി എന്ത് ചെയ്യുമെന്നും പറഞ്ഞാണ് അന്നത്തെ കാലത്ത് ഞാൻ പ്രസവം നിർത്തിയത്. എല്ലാവരുടെയും ഇത് കാരണം അല്ലാതെ ഏറ്റവും ഒട്ടും മനസ്സില്ല ഞാൻ അന്നേരം പ്രസവം നിർത്താനൊന്നും ഇല്ലാഞ്ഞു. അന്നേരം പിന്നെ മോന് അതേമാതിരി തന്നെയല്ല, 4 പെൺപിള്ളേരല്ലേ, നമുക്കിപ്പം എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഒരു വണ്ടി ഉണ്ടെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റിയല്ലോ. അപ്പം നമ്മൾ ഓട്ടോ പിടിച്ചോ വണ്ടി പിടിച്ചോ ഒക്കെ പോകണം. പിന്നെ മക്കളുള്ള ഏറ്റവും നല്ല കാര്യമാണ്, എനിക്കിഷ്ടമാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ 10 പേരിൽ 9 പേര് ഒരുമിച്ച് ഈ വർഷം മാത്രമാണ് ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്നുള്ളൂ. അതായത് പിന്നീടുള്ള വർഷങ്ങൾ വരുമ്പം മൂത്തയാൾ ഇപ്പം +2ലേക്കാണ്. അപ്പം അടുത്ത വർഷം മുതൽ അവർ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകും. അപ്പോൾ ഓരോരുത്തരും മാറി പോകും. അതുകൊണ്ട് ഈ വർഷമാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് സ്കൂളിൽ പോകാനായിട്ട് ഇവർക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ചാൻസ്. അത് ഞങ്ങൾ ഏറ്റവും നല്ലവണ്ണം ഞങ്ങൾ അത് ആസ്വദിക്കുന്നുമുണ്ട്. ഞാനാണ് മൂത്തത്. എൻ്റെ കൂട്ടത്തിലുള്ള കുറേ ആൾക്കാർക്കും കുഞ്ഞുങ്ങളെ എടുക്കാനോ താരാഴിക്കാനോ ഒന്നും അങ്ങനെ അറിവുള്ളവരൊന്നും അധികമില്ല. ബട്ട് എനിക്കിങ്ങനെ ഇവരെ എടുത്തോണ്ട് ഞാൻ വളർത്തിയതാണെന്ന് പറയാൻ എനിക്കിഷ്ടം. സത്യം പറഞ്ഞാൽ ഒരു അമ്മേനെ പോലെയൊക്കെ തന്നെയാണ് ഞാൻ ഇവർക്ക്. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഞങ്ങൾക്ക് സമ്പത്തായിട്ട് ഞങ്ങൾക്ക് ഇത്രയും മക്കളെ ദൈവം നൽകിയത്. അതിൽ ആദ്യത്തെ 4 പേര് നോർമൽ ഡെലിവറി, പിന്നീടുള്ളത് ബാക്കി എല്ലാവരും സിസേറിയനാണ്. ഇതിനെ ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഏറ്റവും ആദരവോടെ തന്നെ സ്വീകരിക്കാൻ പറ്റിയതാണ് ദൈവം ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു നന്മയും അനുഗ്രഹവും. അതിൽ ഞങ്ങൾ ഏറ്റവും സന്തോഷകരമാണ്. അത് മൂത്ത ആൾക്കാരോട് തന്നെ ചോദിച്ചാൽ അറിയാം. അവർക്ക് ഈ അവസാനത്തെ കുഞ്ഞിനെ സ്വീകരിക്കുമ്പോൾ പോലും അവരും ഏറ്റവും വലിയ സന്തോഷത്തിലാണ് അവരുള്ളത്. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഞാൻ +2ലാണ്. അപ്പോൾ +2 കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും മാറി നിൽക്കണമെങ്കിൽ എനിക്ക് ഇവരെ പിരിയാൻ ഭയങ്കര വിഷമമാണ്. ഇപ്പോൾ ഉണ്ടായ കുഞ്ഞാണെങ്കിലും ഓക്ക് അറിവായിട്ടില്ല, അപ്പോൾ എന്നെ എന്തായാലും മറക്കും. അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ പേര് ആൻ ക്ലെറിൻ, ഞാൻ 3ാമത്തെയാണ്. എനിക്ക് ഇവരൊന്നും ഇല്ലാതെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഇവനാണെങ്കിൽ പോലും എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്നിൽ ഞങ്ങൾ ആരെങ്കിലും കൂടെ വേണം, അല്ലെങ്കിൽ അവൻ്റെ അനിയൻ കൂടെ വേണം. അല്ലാതെ ഇവന് ഒരിടത്തും പോകാറില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ അവനെ കൂട്ടാതെ ഇത് എവിടെയെങ്കിലും ചെറിയ സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ ഇവൻ അപ്പോഴത്തേക്കും ഇവനെ തന്നെ കൊണ്ടുപോകണമെങ്കിൽ പറയും പിന്നെ ഞാൻ വരുന്നില്ല, എനിക്ക് അവനില്ലാതെ പറ്റില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് കിച്ചാവനെ കൂട്ടാണല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ വീട്ടിൽ തന്നെ ഇരിക്കാറാണ് ഉള്ളത്. ഞങ്ങളുടെ ദിവസങ്ങൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഞങ്ങൾ വിശുദ്ധ കുർബാനയോടെയാണ് തുടങ്ങുന്നത്. വിശുദ്ധ കുർബാനയോടെ തുടങ്ങി ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് ഞാൻ പോകും.
അതുപോലെ തന്നെ മൂത്ത കുട്ടികൾ 4 പേര് പോകും. അതുപോലെ തന്നെ മമ്മിയും പോകും. മമ്മിയും ഒരുമിച്ച് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് അന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ അവരെ പ്രാർത്ഥിച്ചിട്ടേ പറഞ്ഞു വിടാറുള്ളൂ. എല്ലാ ദിവസവും തന്നെ പ്രാർത്ഥിച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു വിടാറുള്ളൂ. അതിൻ്റെ ഒരു അനുഗ്രഹമാണ് മക്കൾക്ക് ഓരോ സമയത്തും ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ കളി സമയങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ വന്നതിന് ശേഷം പരസ്പരം കളിക്കലും പഠിപ്പീരും എല്ലാം ഇവർ പരസ്പരമാണ്. അത് ഭക്ഷണം കഴിക്കുന്നതും അത് 7ാമത്തെ കുട്ടി വരെ അതിൽ ഈ കുഞ്ഞ് 2 ടിൻസ് മുതലവർക്ക് ഭക്ഷണം വാരി കൊടുക്കേണ്ടൊക്കെ ഒരു അവസ്ഥയുള്ളൂ. അതുതന്നെ ചെയ്യുന്നതൊക്കെ ഇവർ തന്നെ പരസ്പരമാണ് ചെയ്യുന്നത്. പഠിക്കാൻ പോകുന്ന അവരായതിൻ്റെ പേരിൽ ഒരാളെ മാത്രമേ നമ്മൾ കാര്യമായിട്ട് കെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഏറ്റവും ഇളയ കുഞ്ഞിനെ മാത്രമേ കെയർ ചെയ്യേണ്ടതുള്ളൂ. വലിയ സന്തോഷമുണ്ട്. മക്കളുടെയൊക്കെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മക്കളുടെ ചെറിയ ചെറിയ കുറുമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. മക്കളെ വളർത്തിയെടുക്കാതെ എല്ലാവർക്കും അറിയാം, സ്വാഭാവികമായിട്ട് അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ ഇപ്പം വളരെ സന്തോഷത്തിലാണ്. 10 മക്കളും കൂടെ കൂടി അപ്പൻ്റെ അമ്മയുടെ അടുത്തിരുന്ന് ഇങ്ങനെ കളിക്കുകയും ചിരിക്കുകയും പ്രാർത്ഥനയുടെ ഒക്കെ ടൈമിലും ഒക്കെ ആണെങ്കിലും വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ. അതായത് മക്കളിൽ എണ്ണം കൂടുന്നതനുസരിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ദൈവം അതനുസരിച്ച് മക്കളെ തരുന്നതനുസരിച്ച് ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങളെ സാമ്പത്തികമായിട്ട് സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ റൂഫിംഗ് വർക്കാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ തന്നെ ഓരോ മെറ്റീരിയൽസും ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ രാജ്യത്തു നിന്ന് ഓരോ മക്കളെ തരുമ്പോഴും അവർക്ക് വേണ്ട സമ്പത്തിന് വേണ്ട സാമ്പത്തികമായ അവസ്ഥകൾക്ക് വേണ്ട സ്ഥലമായാലും വാഹനങ്ങളായാലും മറ്റ് സാമ്പത്തികമായിട്ടായാലും എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് തരാറുണ്ട്. അതായത് കൃത്യമായിട്ട് കറക്റ്റ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ മക്കളെ പ്രതി അതുപോലെ ആൾക്കാർ എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവരും, അതായത് നമ്മുടെ ക്രിസ്ത്യൻസ് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ ബിസിനസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ അവർ സപ്പോർട്ട് ചെയ്യുന്നത് ഈ മക്കളുടെ എണ്ണത്തെ പ്രതി മാത്രമാണ്. അത് ഞാൻ എല്ലാവരോടും ഞാൻ തുറന്ന് പറയാറുള്ളൊരു കാര്യമാണ്. അപ്പം ഈ കാര്യത്തിൽ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ ഞാൻ എല്ലാവരോടും പറയുന്നത് ഇത്രയേ ഉള്ളൂ. മക്കളെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവരെ വളർത്താനുള്ള കഴിവും ഈ സാമ്പത്തികവും ദൈവം 100% തരും. അത് ഉറപ്പാണ്. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എന്നേശുവേ, നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. ഈ കൂടുതൽ മക്കളെ ഞങ്ങൾക്ക് സ്വീകരിക്കാനുള്ള കാരണവും ഈ ഒരു മക്കളുടെ സന്തോഷവും മക്കളുടെ സ്നേഹവും വലിയ കുടുംബങ്ങളാണ് ഇന്ന് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ പേരിലാണ് ഞങ്ങൾ പോകുന്നത്. അത് പ്രത്യേകമായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ ഓരോ മക്കളെ ദൈവം ഉദരത്തിൽ തരുമ്പോഴും 9 മാസം പ്രാർത്ഥിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെ എല്ലാവരും ഒരുമിച്ച് പോയിട്ട് എല്ലാ വർഷവും ഓരോ ധ്യാനം കൂടും. ഓരോ ധ്യാനത്തിലൂടെ കിട്ടുന്ന ആ ഒരു അനുഭവത്തിലും ഞങ്ങൾക്ക് സഹനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം പങ്കാളിയെ പറയുവാണെങ്കിൽ ഈ 17 വർഷമായിട്ട് എല്ലാ രാത്രിയും മുഴുവൻ സമയം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല. 17 വർഷത്തിനിടയ്ക്ക് ഈ മക്കളുള്ളതിൻ്റെ പേരിൽ ഉറങ്ങാൻ പറ്റുന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് ജീവിതത്തിൽ കിട്ടുന്ന ത്യാഗങ്ങളിലൂടെയാണ് നമുക്ക് ചെറിയൊരു ത്യാഗം എടുക്കുമ്പോഴേ നമുക്ക് ഇവരിൽ നിന്ന് ഈ പറയുന്ന വിശുദ്ധരായ മക്കളെ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് നിന്നെ ടീച്ചർ എന്തൊക്കെ പഠിപ്പിച്ചടാ? അത് പഠിപ്പിച്ചു, പിന്നെ കാക്കയും പഠിപ്പിച്ചു. മക്കൾ തമ്മിലുള്ള ഷെയറിങ്ങിൻ്റെ കാര്യത്തിൽ അവർ ഒരു മിഠായി കിട്ടുകയാണെങ്കിലും മൂത്തവർ കഴിക്കാതെ കൊണ്ടുവന്ന് കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കും. അതിപ്പോൾ ഒരെണ്ണേ ഉള്ളെങ്കിൽ അത് കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും കൂടെ കൊടുക്കും. പിന്നെ അല്ല എല്ലാവർക്കും ഓരോന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഓരോന്ന് തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും അവർ മൂത്തവർ കുഞ്ഞവർക്ക് വാരി കൊടുക്കും. പിന്നെ നമ്മളും കൂടെ ഹെൽപ്പ് ചെയ്യും. എന്നാലും അവർ കഴിക്കുമ്പോൾ ഓടിച്ചെന്ന് വാ വിളിക്കുമ്പോഴേക്കും അവർ തന്നെ വായിൽ വെച്ച് കൊടുക്കും. ഇല്ലെങ്കിൽ ചേച്ചി തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കൽ. പിന്നെ സംസാരമാണെങ്കിലും സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ എൻ്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. മെയിനായിട്ട് മൂത്തവർ 4, 5, 6 പേരും ഷെയർ ചെയ്യാറുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ തുടങ്ങി സ്കൂളിൽ നടന്ന കാര്യങ്ങൾ, ടീച്ചേഴ്സുമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ പോകുന്ന വഴിയിലുണ്ടാകുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഷെയർ ചെയ്യാറുണ്ട്. ഇവരെ 3 പേരെയും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പഠിപ്പിക്കുന്നത്. ഇവന്മാരെ 2 പേരെയും ഇവളെയും.
ഇവനിപ്പോൾ 4ലേക്ക്, ഇവൻ 2ലേക്ക്, ഇവള് UKG-യിലേക്ക്. അപ്പോൾ ഇവന്മാർ സംശയം ചോദിച്ച് വരും, ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. തിരക്കാണെങ്കിൽ അനിയത്തിമാരുടെ അടുത്ത് പോയി ചോദിക്കും, ചേച്ചിനോട് ചോദിക്കാറുണ്ട്, എല്ലാവരും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇവളാണ് മൂത്തവള്. ഇവളോട് 10ാം ക്ലാസ്സിൽ മുതൽ ട്യൂഷന് പൊക്കളാൻ പറഞ്ഞു. മാനസികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ട്യൂഷന് പൊക്കോളാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, മമ്മി പോകണ്ട, ഞാൻ ഫുൾ മാർക്ക് മേടിച്ച് ഞാൻ ട്യൂഷന് പോകാതെ വിട്ടിരുന്ന് പഠിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ തന്നെ അവൾ ഫുൾ മാർക്ക് അങ്ങനെ മേടിക്കുകയോ ചെയ്തത്. ഫുൾ A+ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു വിചാരത്തിൽ ഇനി കുഞ്ഞുമക്കളെ നോക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്നെ സഹായിക്കുന്നതിൻ്റെ പേരിൽ മക്കൾക്ക് അങ്ങനെ പഠിത്തത്തിലൊരു പുറകോട്ട് വരാൻ പാടില്ല, ആ ഒരു ചെറിയൊരു മനോഭാവം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പൊക്കോളം പറഞ്ഞത്. പക്ഷേ അവൾ ദൈവാനുഗ്രഹം കൊണ്ട് ഫുൾ A+ മേടിച്ചു. ഇപ്പം +1 ഫുൾ A+ മേടിച്ചിട്ടിരിക്കുകയാണ്. അന്നേരം ഈ വർഷം ഞങ്ങൾ പറഞ്ഞു, നീ ട്യൂഷന് പൊക്കോ, പൈസ നീ നോക്കണ്ട, ട്യൂഷന് പൊക്കോളം പറഞ്ഞു. പക്ഷേ അവൾ പറഞ്ഞു, ഞാൻ ട്യൂഷന് പോവില്ല, പക്ഷേ ട്യൂഷന് പോകുന്നതിൻ്റെ പൈസ എനിക്ക് തന്നാൽ മതി, ഞാൻ എന്തായാലും ഫുൾ A+ മേടിക്കും, 100% ഉറപ്പാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ മിടുക്കിയായിട്ട് ഇപ്പം ഫുൾ A+ മേടിച്ചിട്ടിരിക്കുന്നത്. രാവിലെയുള്ള ദിവ്യബലി അർപ്പണം കൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നത്. ഫുൾ A+ വാങ്ങാൻ കഴിയുന്നത് അവൾ എപ്പോഴും പറയും. വിശുദ്ധ കുർബാനയിൽ പോകുന്നതുകൊണ്ട് മമ്മി ട്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അവൾ എന്നോട് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഫുൾ A+ മേടിച്ച് ഇവിടെ ഇരിക്കുന്നത്. ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനീശോ, തീയണയ്ക്കാൻ എൻ്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്ന് എന്നെ സ്നേഹിച്ചവനീശോ. അതായത് ഇവർക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ആ ആഗ്രഹത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവരെ നയിക്കുന്നത്. ഞങ്ങൾ പറയാറ്, ഒന്നാമത്തെ ആഗ്രഹം ഞങ്ങൾ പറയാറ്, നിങ്ങളെല്ലാം വിശുദ്ധരാക്കി ഈശോയ്ക്ക് കൊടുക്കാമെന്ന് മാത്രമേ ഞങ്ങൾക്കൊരു ലക്ഷ്യമുള്ളൂ. അതിന് നിങ്ങൾ എങ്ങനെ പോയാലും കുഴപ്പമില്ല, പക്ഷേ ഈശോയ്ക്ക് വേണ്ടിയുള്ള ജീവിതം മാത്രമേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് പറയാറുള്ളത്. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആഗ്രഹങ്ങളുണ്ട്, അതിലേക്ക് ഞങ്ങളിവരെ പ്രാർത്ഥിപ്പിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം ഇവർക്ക് വേണ്ടി എല്ലാ ദിവസവും ഞങ്ങൾ പരസ്പരം കൈപിടിച്ച് ഒരു 10 നന്മ നിറഞ്ഞ ഓർമ്മ ചൊല്ലിയിട്ട് എന്തായാലും കിടക്കുകയുള്ളൂ. അപ്പോൾ അതിലൊരു ഈ 10 പേരെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ ശൈലി ഇവർക്ക് വേണ്ടിയുള്ളതിൽ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഏറ്റവും സന്തോഷത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ദൈവം ജീവിതത്തിൽ വേണ്ടതെല്ലാം സമൃദ്ധമായിട്ട് നൽകിയിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങളെ അറിയുന്നവർക്കറിയാം, ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കും അറിയാം. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, അവരുടെ മാതാപിതാക്കൾ അങ്ങനെ വേണ്ട എന്ന് വെക്കുമായിരുന്നെങ്കിൽ അവരുണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഈ പറയുന്ന മക്കളെ 100% വേണം. മക്കളെ എന്താ പറയുക, ബൈബിളിൽ പറഞ്ഞേക്കുന്ന അങ്ങനെ തന്നെയാണല്ലോ, നിങ്ങൾ വളർന്ന് പെരുകണമെങ്കിൽ എന്തായാലും മക്കളെ നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ തലമുറയിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വരുന്ന യുവതലമുറയോട് എനിക്ക് പറയുവാനുള്ളത്, കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക, ബൈബിൾ പറഞ്ഞേക്കുന്ന പോലെ നിങ്ങൾ പെറ്റ് പെരുകണം എന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ വചനം അനുസരിച്ച് ഒരു ചുരുങ്ങിയതൊരു 3-4 ഒക്കെ മക്കൾ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിനനുസരിച്ച് ഈ തലമുറയോട് നമുക്കും അതുതന്നെയാണ് ആഹ്വാനം ചെയ്യാനുള്ളത്. തമ്പുരാൻ അനുഗ്രഹങ്ങൾ അതുപോലെ തരും, എന്തായാലും 100% ഉറപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഇളയ മക്കളെ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ മൂത്തവരോട് ചോദിക്കാറുണ്ട്, നേരത്തെ 4-5 മക്കളിലൊക്കെ ഇപ്പോഴത്തെ തലമുറയിലെ പോലെ 1-2 മക്കളിലൊക്കെ ഒതുക്കിയായിരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ കാണാൻ സാധിക്കുമായിരുന്നോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ ചോദിക്കാറുണ്ട്. ഈ കുഞ്ഞിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എങ്ങനെയാ വേണ്ടാന്ന് പറയുക എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്. അപ്പം നമ്മളെപ്പോലെ തന്നെ വരുന്ന യുവതലരും ചെറിയൊരാഗ്രഹമൊക്കെ ആ മക്കൾക്കും വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ.